എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 76. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ പ്രൊട്ടക്ടർ ടൈ എന്ന ഒരാൾ ഓഷ്യൻ ഗേറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. അതിനുശേഷം ഇഷ്യാനുമായിട്ട് പിന്നെ ഓൾഡ് മാൻ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഷിയോയാനുമായിട്ട് പ്രൊട്ടക്ടർ ടൈയും. ഇന്ന് ഈ പ്രൊട്ടക്ടർ ടൈക്ക് അറിയില്ല അത് ഷിയോയാനാണ് എന്ന്. അവൻ അറ്റാക്ക് ചെയ്യുന്നു. അതെല്ലാം മാറി മാറി വന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ചങ്ങല അതൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നിൽക്കെ ക്യൂൻ മെഡൂസ വന്നത് തടഞ്ഞു. അവനോട് ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓഷ്യൻ ഗേറ്റിലുള്ളവരെ തീർത്തിട്ട് വരാം, ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ക്യൂൻ മെഡൂസ പുതിയൊരു ഡവ് സോങ് അവിടെ വന്നു എന്നത് കണ്ട് അതിശയമുണ്ട്. എങ്കിലും പോയിസൺ സെക്റ്റിനെ ഹെൽപ്പ് ചെയ്ത് സോൾ ഹാളിനെ എതിർക്കാൻ നോക്കിയ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നം വരുത്തണോ എന്ന് ചോദിക്കണം. അതിന് ക്യൂൻ മെഡൂസ സോൾ ഹാളിൽ ഒരു മീനിങ്ലെസ് ആയ ആൾക്കാരുടെ ഒരു കൂട്ടമല്ലേ മുൻപ് ആരെങ്കിലും കണ്ടായിരുന്നു എന്ന് ചോദിച്ച് അവരുടെ ഫൈറ്റ് അത് തുടങ്ങുന്നു. ഈ സമയത്ത് ഓൾഡ്-മാനായിട്ട് ഇഷ്യാൻ ഫൈറ്റ് അത് കുറച്ച് നേരം. എന്തൊക്കെയായാലും ഇഷ്യാൻ്റെ മുൻപിൽ ഓൾഡ്-മാന് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഓരോ സ്കില്ല് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം കഷ്ടപ്പെടണം. അവസാനം ഒരു സ്കില്ല് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇഷ്യാനോട് ഞാൻ ഡവ് സോങ്ങിലേക്ക് കയറിയ ടൈമിൽ ലക്കെന്നാവണം ഒരു സ്കോർപിയൻ എംപററിൻ്റെ സോളായിട്ട് അബ്സോർബ് ചെയ്ത് അത് ഇതുവരെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, നിനക്കാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം ബോഡി ഒരു സ്കോർപിയൻ രൂപത്തിലേക്ക് മാറ്റുവാണ്. മറ്റേ പണ്ട് ഷീവിയൻ മൂ എന്നൊരാളുടെ കൊന്നല്ലോ ഒരു മോൺസ്റ്ററായിട്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടെ ഓൾഡ്-മാൻ മോൺസ്റ്റർ ആവുന്നില്ല, പകുതി ബീസ്റ്റും പകുതി ഹ്യൂമനും ആവുകയാണ്. എന്നിട്ട് അറ്റാക്ക് അതിൻ്റെ സ്ട്രെങ്ത് അവളെക്കാളായിരുന്നു. അവളുടെ സോഡ് വരെ സിമ്പിളായിട്ട് പൊട്ടിച്ചോളൂ. അത് കണ്ട് അതിശയമുണ്ട്. എന്നാൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് അവളുടെ വേപ്പൽ പോയിസൺ അതൊരു ഫോഴ്സ് ഉപയോഗിച്ച് പുറത്തെടുക്കുകയാണ്. അവൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നത് ഓർക്കണം. അത് ഉപയോഗിച്ചാൽ അവളുടെ സ്ട്രെങ്ത് അത് എക്സ്ട്രീമായിട്ട് റൈസ് ആകും. ആ വേഫുൾ ഫോഗ് അത് വരികയാണ് അതിനുള്ളിൽ അയാളെ ആക്കി. അവളാണ് മനസ്സിലാകുന്നത് അതൊരു പ്രിസൺ പോലെയാണ്, അതിനുള്ളിൽ നിന്ന് പുറത്തു പോകുന്നത് അസാധ്യമാണ്. കാരണം ആ ഫോഗാണല്ലോ, ഇങ്ങോട്ട് പോയാലും ഒരേപോലെയാണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് അതൊരു ഡൊമൈൻ പോലെയാണ്. അതിനുള്ളിൽ അവളുടെ സ്ട്രെങ്ത് വളരെ കൂടുതലാണെങ്കിലും ആ ആളുടെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പോയിസൺ ആണല്ലോ. അയാൾക്കും ടെൻഷനായി. ഇത് ഹെവൻ എർത്ത് ലെവൽ പോയിസൺ ആണ്. ഇത് സ്കോർപിയൻ അബ്സർവ് ചെയ്യാൻ കഴിയില്ല. അവിടെ അവളും എന്തോ ചെയ്യുന്നുണ്ട്. ഇത് ഷിയോയാൻ കണ്ടിട്ട് അവൾ ഫോഴ്സ് ഉപയോഗിച്ച് വേഫിൾ പോയിസൺ അത് പുറത്തു കൊണ്ടുവന്നു. എത്ര നേരം അവൾക്ക് കഴിയുമെന്നറിയില്ല. അതുപോലെ ക്യൂൻ മെഡൂസയെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ആ ഷിഷാൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ ഫൈറ്റ് അത് കുറേ നേരം അങ്ങനെ പോവുകയാണ്. രണ്ടുപേരും പരസ്പരം കൊല്ലാനായിട്ട് തന്നെ അടിക്കുന്നു. എങ്കിലും കൂടുതലും ഷിഷാൻ തന്നെയാണ് കിട്ടുന്നത് എന്ന് കാണാം. ഷിയോയന് മനസ്സിൽ ഇത്രയും പെട്ടെന്ന് ഒതുക്കാൻ മാത്രം അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയൂ എന്ന മനസ്സിൽ പറഞ്ഞിട്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് ആകുന്ന അത് ഉപയോഗിച്ച് എന്നെയാണോ അന്വേഷിക്കുന്നത് അതോ എന്നെയാണോ 3 വശത്തായിട്ട് അവർ നിൽക്കുന്നു. ഒരിക്കലും നീ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് 3 ഷിയോയനും കൂടി ഷിഷാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ ഒരെണ്ണം മാത്രമാണ് ഒറിജിനൽ, മറ്റു 2 ഷാഡോസ് മാത്രമാണ്. അതിനടിച്ചാലും ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ 3 പേരും അടിക്കുന്നത് ഷിഷാന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. മാക്സിമം തടയാനായിട്ട് നോക്കിയെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം അടിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നിട്ട് സ്ട്രെങ്ത് എല്ലാം സോഡിലാക്കിയിട്ട് നിൽക്കുമ്പോൾ ഷിഷാൻ സ്പീർ അതിൽ പവർ കിട്ടുന്നു. ഷിയോയിൻ അപ്പോഴുണ്ട് ആ ക്രോസ് അത് വിടുകയാണ്. മറ്റവന് ഒരു സ്ട്രൈക്കും ഇടുന്നുണ്ട്. രണ്ടും കൂടെ കൂട്ടിയിടിച്ച് വലിയൊരു എക്സ്പ്ലോഷൻ. അവിടെ മുഴുവനൊന്ന് ഷേക്കായി. അവൻ്റെ ഫ്ലെയിം അതല്പം വീടായതാണ് എന്നും വിചാരിക്കുകയാണ്. അപ്പോൾ കണ്ട് ഷിഷാൻ്റെ സ്കോർപിയൻ അത് വരുന്നു. അത് കണ്ട് വിസിലടിച്ച് വരുത്തി രണ്ടും കൂടി ഷിയോയിനെ അറ്റാക്ക് ചെയ്യും എന്ന് കരുതി ആ സ്കോർപിയൻ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. സംഭവം സിയാൻ പറ്റിച്ചതാണ്. അവസാനം ആ സ്കോർപിയനെ ഇല്ലാതെയാക്കി. ആ സമയത്ത് തന്നെ സിയ വന്ന് നല്ലൊരു അടി കൊടുത്തു. ആ വീഴുന്ന സമയത്ത് ഷിയോയിൻ വന്ന് അടിച്ച് ആ റോളർ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. നീ അത്ര പെട്ടെന്ന് ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്ന ലൈറ്റനിങ് ഉപയോഗിച്ച് വന്നിട്ട് നിന്റെ അവസാനം ഇതാണ് എന്ന് പറഞ്ഞ് ഒറ്റ അടി സ്മാഷ് കൊടുത്തത്. ആ അടിയിൽ സ്പോട്ടിൽ ഡെഡായി. അവരുടെ സെക്ട് ലീഡർ ഡെഡായതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് പേടിച്ചോടുവാണ്. അതിനുശേഷം ഇഷ്യാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഫോഗ് അതിനുള്ളിൽ നടക്കുന്ന എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് ക്യൂൻ മെഡൂസയെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുകയാണ്. ഈ സമയത്ത് ക്യൂൻ മെഡൂസ പ്രൊട്ടക്ടർ ടൈ ആയിട്ട് വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ക്യൂൻ മെഡൂസയെ എങ്ങനെ അടിച്ചിടണം എന്ന രീതിയിൽ നോക്കുന്നു. എങ്കിൽ ക്യൂൻ മെഡൂസ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ ചങ്ങല ഉപയോഗിച്ച അതിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതെല്ലാം തട്ടിക്കളഞ്ഞു പോവുകയാണ് ക്യൂൻ മെഡൂസ. അവൻ്റെ ചെസ്റ്റിൽ അത് കുത്തിയപ്പോൾ ഒന്നും തന്നെ പറ്റുന്നില്ല. ആ പവർ ആ സോഡിലേക്ക് മാറുന്നു. അപ്പോൾ തന്നെ ആ സോഡ് അത് മാറ്റി. ബ്ലഡ് ഇല്ല. സംഭവം പ്രൊട്ടക്ടർ ടൈ ഒരു ഫോഗ് പോലെയുള്ള മാത്രമാണ്, സോള് മാത്രമുള്ളത്. പറഞ്ഞു വന്ന ഗ്രിം റിപ്പർ കാലൻ എന്ന് തന്നെയാണ് അർത്ഥം. നിന്റെ സോള് കൂടി ക്യാപ്ചർ ചെയ്യാം എന്ന് പറയുമ്പോൾ നീ കാണുകയെ എന്ന് ക്യൂൻ മെഡൂസ. അപ്പോൾ അവൻ അവിടെ ഉള്ളവരുടെ സോള് അതെല്ലാം എടുക്കാനായിട്ട് തുടങ്ങി. മുൻപ് വരെ ഡെഡായവരുടെ അതെല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് ക്യൂൻ മെഡൂസ വന്നിട്ട് ആ സോഡ് ക്യാപ്ചർ ചെയ്തിരുന്ന ബോട്ടിൽ അത് ബ്രേക്കാക്കി കൊടുക്കുന്നത്. അതോടെ അതിലുണ്ടായിരുന്ന എല്ലാ സോളും അല്ലെങ്കിൽ ആ ആത്മാവ് പുറത്തേക്ക് പോവുകയാണ്. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആ ബോട്ടിൽ വഴിയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇന്ന് അത് പൊട്ടിച്ചല്ലോ.
സിയാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നേരം അത് ഷിയോയെ തടഞ്ഞു. കാരണം സിയാന് കഴിയില്ല, വേറെ വഴിയുണ്ട് എന്ന് പറയാണ്. ഈ സമയം ക്യൂൻ മെഡിസ് അവർ അറ്റാക്ക് കൊടുത്തത് എല്ലാം കൂടി കണ്ട പ്രൊട്ടക്ടർ ടൈ നിന്നെ ഉറപ്പായി ഞാൻ കൊല്ലും, നിന്റെ സോള് ഞാൻ ഇടും എന്ന ദേഷ്യത്തിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ചങ്ങല അതൊക്കെ വെച്ച് മാറി മാറി അറ്റാക്ക് അത് നന്നായിട്ട് സ്കിപ്പായിട്ട് പോവാണ്. മെഡുസയ്ക്ക് അധികം നേരം കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എംബറർ സീൽ ടെക്നിക്കിലെ സീവാനിഷിങ് സ്കില്ല് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അത് അത്ര പെട്ടെന്ന് കഴിയില്ല. ക്യൂൻ മെഡുസ പയ്യെ വീക്കായി വരുന്നു. ആ ചങ്ങല അതിൽ നിന്ന് ലക്കിനൊക്കെ പോകാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പോയാൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ട് ഷിയോയൻ എങ്ങനെയോ അവസാനം സീവാനിഷിങ് സ്കില്ല് അത് ഉണ്ടാക്കിയെടുത്തു. അതിന്റെ എഫക്റ്റ് പ്രൊട്ടക്ടർ ടൈഗർ മനസ്സിലാക്കിയിട്ട് എംബറർ സീൽ ടെക്നിക്കോ എന്ന് പറഞ്ഞ അതിശയം. കാരണം അതൊരു ഏൻഷ്യൻ്റ് ടെക്നിക്ക് കൂടിയാണ്. അതിൻ്റെ അവറ പോലും വളരെ സ്ട്രോങ് ആയിരുന്നു. അത് തടയാനായിട്ട് പോകുമ്പോൾ ക്യൂൻ മെഡുസ അടിക്കാനായിട്ട് വന്നു. എന്നാൽ ക്യൂൻ മെഡുസയെ അടിച്ച് സൈഡാക്കി, സൈഡിലോട്ടാക്കി വരുന്നു. സിയാൻ സെറ്റായി. അപ്പോഴാണ് ഷിയോയിന് ഹാൻഡ് പോലെയുള്ള അത് വിട്ടുകൊടുക്കുന്നത്. പ്രൊട്ടക്ടർ ടൈന് നേരെ വരുമ്പോൾ എതിർക്കാനായിട്ടൊരു പവർ വിടുന്നു. അത് രണ്ടുകൂടെ കൂട്ടിയിടിച്ച് പരസ്പരം എനർജി തീർന്ന് അത് എക്സ്പ്ലോഷൻ ആകാൻ വേണ്ടി തുടങ്ങുന്നു. അത് കണ്ടപാടെ ഷീൽഡ് വെച്ച്. എന്നാൽ ക്യൂൻ മെഡുസ അവരെ കൊണ്ടുപോയി. കാരണം അതിൻ്റെ പവറിൽ ആ മല തന്നെ കട്ടാക്കി പോയി. അതുപോലെ അതിൻ്റെ എഫക്റ്റ് അത് വളരെ വലുതായിരുന്നു എന്നതും കാണാം. അങ്ങനെ അത് കുറേ നേരം അതൊന്ന് നോർമലാകുമ്പോൾ ആദ്യം വന്ന കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ഇഷ്യാൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുന്നു. അവനെ പിടിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ക്യൂൻ മെഡുസ അത്ര പെട്ടെന്ന് പോയല്ലോ എന്ന പോലെ പിടിച്ചു അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. മുൻവരെ സ്ട്രോങ് ആയിരുന്ന പ്രൊട്ടക്ടർ ടൈ ഒരുപാട് അറ്റാക്കും സീക്രട്ട് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ വീക്കായി പോയി. ക്യൂൻ മെഡുസ സാലാവിങ് പൈത്താണ് അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സോൾ ഹാളിനെ എതിർത്താൽ അത് വലിയ പണി കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു പവർ ഒരുപാട് ഫോഗ് പോലെടുത്ത് അത് ഉപയോഗിക്കുമ്പോൾ ഒരു പട്ടി വെറുതെ കിടന്ന് കുരയ്ക്കുന്നു എന്ന് പറഞ്ഞ് അത് ഇല്ലാതായി. സംഭവം അതൊരു ട്രിക്ക് ഉപയോഗിച്ച് പോകാനാകിയതാണ്. എന്നാൽ ക്യൂൻ മെഡുസ അവനെ പിടിച്ചു നിർത്തി. സിയാൻ ഇടയ്ക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ട്. സിയാൻ അവനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇനി ഇവൻ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, എന്നെ കൊന്ന സോൾ ഹാൾ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ പ്ലേസഡ് ഫ്ലെയിം ഉപയോഗിച്ച് ആ സോൾ ക്യാപ്ചർ ചെയ്ത് ഒരു ബോട്ടിലേക്ക് ആക്കി. സോൾ ഹാളിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവനെ വെച്ച് അറിയണം. അതിനുവേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്തത് തന്നെ. അപ്പോഴേക്ക് ഇഷ്യാൻ്റെ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ആ ഫോഗ് അത് മാറുകയാണ്. അവസാനം അത് ഇല്ലാതെയായി. നോക്കുമ്പോൾ ഇഷ്യാൻ്റെ ചെറിയ പരിക്ക് അതിനേക്കാൾ നല്ല പരിക്ക് വെച്ച് ഓൾഡ്മാനും നിൻ്റെ ബ്ലഡ് വളരെ സ്ട്രോങ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചതിനകത്തേക്കും പോയിസൺ തന്നെയാണ് നിൻ്റെ. അങ്ങോട്ട് ഷിയോയനും മെഡുസ സിയാനും വരുന്നു. അവരോട് സോൾ ഹാളിൽ അവനെ പിടിച്ചോന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയുകയാണ്. അത് കേട്ട് ഓൾഡ്മാനും സോൾ ഹാളിലുള്ള ആളെ എത്ര പെട്ടെന്ന് പിടിക്കുമെന്ന് കരുതിയില്ല. അയാളെ കൊല്ലുവാണെങ്കിൽ ഫ്യൂച്ചർ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ഒരു ആക്കുന്നില്ല. ഫ്യൂച്ചർ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ട് ഇന്നത്തോടെ സ്കോർപിയൻ ഗേറ്റ് അതില്ലാതാകുകയാണ് എന്ന് പറയണം. ഇഷ്യാൻ ഒരു സ്കില്ല് അത് ഉപയോഗിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ആ വെഹിക്കിൾ പോയിസൺ അത് ആക്ടിവേറ്റ് ആയിട്ട് എല്ലായിടത്തേക്കും അഫക്റ്റ് ആവാൻ തുടങ്ങി. എങ്കിലും അയാൾ പറയുന്നുണ്ട് അങ്ങനെ അവസാനം അടവെടുത്തു. അയാളുടെ ബോഡിയിൽ നിന്ന് ഏറ്റവും സ്ട്രോങ് ആയ ഒരു സ്കില്ല് അത് ഉപയോഗിച്ച് അത് കണ്ട എല്ലാവരും പിറകോട്ട് പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പവർ അത് ഇഷ്യാന് നേരെ വിടുന്നത്. ഷിയോയൻ ഷീൽഡ് വെച്ച് തടയാൻ നോക്കുമ്പോൾ അത് ഷിയോയാനിട്ടൊരു പണിയായിരുന്നു. നേരെ വന്ന ആ പവർ അവനിൽ കൊണ്ട് അവനിൽ അത് അഫക്റ്റ് ആയി. അതുകൊണ്ട് എല്ലാവർക്കും ഷോക്ക്. ഇനി ഓൾഡ്മാൻ ഡെഡ് ആവുന്നതിനോടൊപ്പം കുഴപ്പമില്ല, അവൻ പയ്യെ അവൻ മരിച്ചുകൊണ്ടിരിക്കും ഏറ്റവും സഫർ ചെയ്ത് എന്ന് പറയുന്നത്. ഷിയോയന് ഒന്നും തന്നെ പറ്റിയില്ല, കുഴപ്പമില്ല എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അവൻ മനസ്സിലാക്കി. എൻ്റെ സ്കോർപിയൻ ഗേറ്റ് അതില്ലാതാക്കിയവന് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം. ക്യൂൻ മെഡുസ വന്നിട്ട് ഒറ്റയടി. അപ്പോഴാണ് ഇഷ്യൻ ഡീമൺസ് പോയിസൺ പോട്ട് അതെന്നത് ഒരു സീക്രട്ട് ടെക്നിക്ക്. എനിമിയുടെ ബ്ലഡിലേക്ക് പോയിസൺ പയ്യെ അഫക്റ്റ് ആവും. ഡീപ്പസ്റ്റ് ഡെഡ്ലി വേ ആണ് അങ്ങനെ എന്തോ പറഞ്ഞു വന്നാൽ അതൊരു ഡൗ സോങ് ലെവലുള്ള ആളാണ് ചെയ്യുന്നതെങ്കിൽ ഈസിയാന് മാറ്റാൻ കഴിയുമായിരുന്നു. എന്നൊരു ഡൗ സോങ് ആണ് ചെയ്തത്, അതുകൊണ്ട് ഇനി കഴിയില്ല. സിയാന് ദേഷ്യം വന്നു. അതിനേക്കാൾ ക്യൂൻ മെഡുസ അയാളുടെ ആൻറ്റിഡോസ് ചോദിക്കുമ്പോൾ തരില്ലെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ കൈയും കാലും ഓരോ ബോർഡും ഒടിച്ച് കൊല്ലും എന്ന് പറഞ്ഞ് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ആൻറ്റിഡോസ് ഇതിനില്ല, ഞാൻ എന്തായാലും മരിക്കും, അതിൻ്റെ കൂടെ പയ്യെ ആയാലും അവ മരിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നീ നിൻ്റെ സെറ്റ് ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ബ്രൂട്ടലായിട്ട് കൊന്നുകളഞ്ഞു. അതിൻ്റെ കൂടെ അതുപോലെ അയാളുടെ ആളുകളെ കൊല്ലാനായിട്ട് വന്നു. എന്നാൽ ഷിയോയൻ തടഞ്ഞു. അവനോട് വന്നിട്ട് ജിയാമ എംപറിലേക്ക് പോകാം, ഗോഹി അയന് കഴിഞ്ഞില്ലെങ്കിൽ ഈ കോർഡിനേറ്റിൽ എവിടെ പോയാലും ഇത് മാറ്റാൻ നോക്കാം എന്ന് പറയുന്നത്. എന്നാൽ ഷിയോൻ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല. ഈശ്വരനോട് പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഡൗപ്പ് വാങ്ങായിരുന്നെങ്കിൽ പറ്റിയേ, ഇതിപ്പോൾ ഈ പോയിസ് ഉപയോഗിച്ച ആളുടെ ലെവലിനേക്കാൾ കൂടുതലാണ്. അങ്ങനെ എനിക്കൊരു ഡൗ സൂൻ അല്ലെങ്കിൽ ഡൗ വെനറേറ്റുള്ള ആളെ കണ്ടുപിടിക്കണം. ഈശ്വരനപ്പോൾ എനിക്ക് ഡിലേ ചെയ്യാൻ കഴിയും, അങ്ങനെയെങ്കിൽ അത്രയും നല്ലത്. ഇന്ന് ചെയ്യുവാൻ ടൈം കിട്ടുമല്ലോ. അവൾ കാരണമാണെന്ന് പറയുമ്പോൾ ഇല്ല, ഇതെനിക്ക് ഇങ്ങനെ വന്നതിൽ നീ കുറ്റബോധപ്പെടേണ്ട, ഞാൻ വന്നത് സോൾ ഹാളിനെ അവനെ പിടിക്കാനാണ്, അത് പിടിച്ചു, എനിക്ക് കുഴപ്പമില്ല എന്നവരുടെ ബോധം കിട്ടുകൊടുത്തു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.